ആമയാണല്ലോ ഇപ്പോഴത്തെ താരം. കേന്ദ്ര ബജറ്റിൽ ആമ സംരക്ഷണം പ്രഖ്യാപിക്കപ്പെട്ടതോടെ വലിയ ആഹ്ലാദത്തിലാണ് കൊളാവിപ്പാലത്തെ ഈ ആമ സംരക്ഷണ കേന്ദ്രവും ഇതിന്റെ നടത്തിപ്പുകാരും. നാട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഈ അറിയുന്നുണ്ടോ ചങ്ങായി? ഞങ്ങൾ ചോദിച്ചത് അതിവേഗ റെയിലും എയിംസും ഒക്കെ. കിട്ടിയതോ നിനക്കുള്ള സംരക്ഷണ കേന്ദ്രവും. ഇനി നിങ്ങളുടെ കാര്യങ്ങളെങ്കിലും നടക്കട്ടെ. 92 മുതലാണ് കടലാമ സംരക്ഷണം തുടങ്ങിയത്. അത് ഞങ്ങൾ തീരത്താണ് കിടന്നുറങ്ങാറ്. അധികവും മത്സ്യത്തൊഴിലാളികളായിരുന്നു. അങ്ങനെ ഒരു ദിവസം കിട്ടിയ മുട്ട ഞങ്ങൾ കളക്ട് ചെയ്ത് കുഴിച്ചിട്ട് അത് വിരിഞ്ഞ് അതിനുശേഷം ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി. 98 മുതൽ കേരള ഫോറസ്റ്റിൻ്റെ സഹായം കിട്ടി തുടങ്ങി. ഇതുവരെ ഞങ്ങൾ 60,000-ഓളം ആമക്കുഞ്ഞുങ്ങളെ വിരിച്ച് കടലിൽ ഇറക്കിയിട്ടുണ്ട്. കൊളാവിയിലെ തീരസംരക്ഷകർ മുട്ടയിടാനെത്തുന്ന കടലാമകളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞു. മുൻപ് 100ഓളം ആമകൾ വരെ മുട്ടയിടാനെത്താറുണ്ട്. അമ്മയാമ മുട്ടയിട്ടിടത്തേക്ക് മടങ്ങി വരാനുള്ള ജനിതകമായ ഓർമ്മ കൊണ്ട് കടലാമ നമ്മെ അത്ഭുതപ്പെടുത്തും. മുട്ട വിരിഞ്ഞിറങ്ങിയ തീരത്ത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി അവരെത്തും. കടലാമകൾക്ക് സംരക്ഷണമൊരുക്കാൻ തീരം പ്രവർത്തകർ തയ്യാർ. പക്ഷേ സൗകര്യങ്ങൾ പേരിന് പോലുമില്ല. ഒരു കാലത്ത് ഒരുപാട് കടലാമകൾ വന്നിരുന്ന തീരമായിരുന്നു ഇത്. മണൽപ്പരപ്പും മറ്റ് കടലിലെ മത്സ്യബന്ധന രീതികളും കടലാമകളെ ദോഷമായി ബാധിച്ചത് കാരണം കടലാമകൾ തീരത്ത് വരുന്നത് വളരെ കുറവാണ്. ആമ സംരക്ഷണ കേന്ദ്രം കാണാൻ മിനി ഗോവ എന്നറിയപ്പെടുന്ന പ്രദേശത്തേക്ക് നിരവധി പേർ എത്താറുണ്ട്. പക്ഷെ നല്ലൊരു കെട്ടിടം പോലും കാഴ്ചക്കാർക്കായി ഇവിടെയില്ല. ഇവിടെ പല സ്കൂളിൽ നിന്നായിട്ട് കുറേ കുട്ടികൾ ആമ വളർത്ത് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ആമകളെ കാണാൻ വരുന്നുണ്ടായിരുന്നു. ഇപ്പം ദയനീയ അവസ്ഥ കൊണ്ട് പുറത്തുനിന്ന് വന്ന് കണ്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ബജറ്റ് പ്രഖ്യാപനത്തിൽ ആമ സംരക്ഷണം നവമാധ്യമങ്ങളിൽ ട്രോളാണെങ്കിൽ ഇവിടുത്തെ തീരസംരക്ഷകർക്ക് അതൊരു പ്രതീക്ഷയാണ്. മുട്ടയിടാനെത്തുന്ന ആമകളെ കാത്തിരിക്കും പോലെ സർക്കാർ കനിവിനായി കാത്തിരിക്കുകയാണ് ഇവർ.